ഈ തൃശൂർ പൂരം കലങ്ങിയ സംഭവത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഒരു വിചിത്ര പ്രസ്താവന കൂടി ഉണ്ടല്ലോ. പൂരം കലങ്ങിയതല്ല, വെടിക്കെട്ട് വൈകുക മാത്രമാണ് ഉണ്ടായത് എന്നാണ് ബോർഡ് പറയുന്നത്. വിഷയത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായോ എന്ന് സംശയമുണ്ടെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്. അതെന്താണ്? ഈ സർക്കാരിന്റെയും അത്തരത്തിലുള്ള പോലീസിന്റെയും ഈ ദേവസ്വം ബോർഡിന്റെയും എല്ലാ അഭിപ്രായങ്ങളിലെ ഒരു വൈരുദ്ധ്യം ഓരോ ദിവസം കഴിയുന്നതോറും വെളിവാകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞ മൊത്തത്തിൽ പൂരം കലങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ചടങ്ങുകൾ അല്പസമയം വൈകുക മാത്രമാണ് ചെയ്തത്, വെടിക്കെട്ട് വൈകുക മാത്രമാണ് ചെയ്തതെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എഫ്ഐആർ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ത്രിതല അന്വേഷണ സംഘം അത് ഈ വിഷയം തൃശൂർ പൂരം കലങ്ങിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ഒരു വഴിയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ദേവസ്വം ബോർഡ് പറയുന്നത് തൃശൂർ പൂരം കലങ്ങിയിട്ടില്ല, വെടിക്കെട്ട് വൈകുക മാത്രമാണ് ചെയ്തതെന്ന ഒരു നിലപാടിലേക്ക് ഇപ്പോൾ ദേവസ്വം ബോർഡ് എത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പറയുന്ന വിഷയത്തിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടായോ എന്നുള്ള ഒരു സംശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ അതീവ സുരക്ഷാ മേഖലയിൽ NDA സ്ഥാനാർത്ഥി ആംബുലൻസ് എത്തിയത് സംശയമുണ്ട് എന്നുള്ള ഒരു കാര്യവും ദേവസ്വം ബോർഡ് ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഈ തൃശൂർ പൂര വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി അടുത്ത പൂരത്തിന് ഏതാണ്ട് മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷെ കഴിഞ്ഞ കൊല്ലം നടന്ന പൂരത്തിന്റെ വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. വീണ ഓക്കെ, ആനന്ദ.